ഇവർ ഉദ്ദേശിക്കുന്നത് കണ്ടിട്ട് ഓ സ്റ്റീവ് റോജേഴ്സ് ഈസ് കമ്മിങ് ബാക്ക്, ഓ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാ ലൂപ്പ് ഹോൾ അടച്ചിട്ട് ഒരു സംഭവം കൊടുക്കണം, പക്ഷേ അത് സമയമില്ല. ഫിനാലെയും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളേക്ക് ഞെട്ടിക്കൽ ബിരിയാണി കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലും മരിക്കും, എന്തായാലും മരിക്കും, അത് ഉറപ്പാണ്. വെക്കേഷന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ സിനിമ. അജു വർഗീസും ലിവിൻ പോളിയും അത് ഇവർ എപ്പോൾ സ്ക്രീനിൽ വന്നാലും അടിപൊളിയാണ്. ആപ്പിൾ ടി വിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സീരീസും കൂടിയാണ് പ്ലറിബസ്. പള്ളി എന്നുള്ള സ്വർണ്ണ പോലത്തെ സാധനങ്ങളും ഈ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് യുദ്ധത്തിനെ പോവുക. അത് അവരുടെ ഒരു പ്രൈഡ് കാണിക്കാനാണ് സംഭവം. ഷീൽഡ് മോനെ, ഷീൽഡ് വെച്ചോ എന്ന് പറയാം. ഇനി കുറച്ച് നേരം വേണ്ട ഒരു മിനിറ്റ് ഷീൽഡ് വന്നാ, അന്ന് തന്ന ഷീൽഡ് വന്നാ. എൻ്റെ പ്രഡിക്ഷൻസ് എല്ലാം ശരിയാവുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ മാസം എല്ലാം ഓരോന്നായിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ നഗിൽസ് എത്തൻ വി ട്രസ്റ്റ് എന്ന് പറഞ്ഞു, സർവമായ അതുപോലെ ആയിട്ടുണ്ട്. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഭയങ്കര ഹൈപ്പായിരിക്കും, അപ്പോൾ സെക്കൻഡ് വേറൊരു രീതിയിലായിരിക്കും, അതെല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞു, അതേപോലെ ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ മറ്റേ ബബ്ബൻ്റെ കാര്യം, അതും ഇങ്ങനെ ഒരു ബ്രെയിൻ റോട്ട് പോലത്തെ മലങ്കൾട്ട് പോലത്തെ സിനിമയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എല്ലാം ശരിയായിട്ടുണ്ട്. എന്നെ പൊക്കാൻ വേറെ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല, ഞാൻ തന്നെ മതി. സോ ലെറ്റ്സ് ഗോ. കുറേ റിവ്യൂസ് ചെയ്യാനൊന്നുമില്ല, ആകെ 2-3 ഉള്ളൂ. ഒന്ന് സർവ്വമായി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. പിന്നെ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ നമുക്ക് സ്പോയിലർ ഉള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള റിവ്യൂ നോക്കാം. പിന്നെ മറ്റേ ഗില്ലിഗൻ്റെ പ്ലറിബസ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നോക്കാം. പിന്നെ ഇപ്പോൾ ഏതാണ്, പിന്നെ ഫോൾ ഔട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ നോക്കാം. ഓരോന്നായിട്ട് റിവ്യൂസ് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ. അപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ കാര്യം ഓക്കെ, നമുക്ക് ആദ്യം സ്പോയിലർ ഇല്ലാത്ത ഒരു റിവ്യൂ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, സ്പോയിലർ വരുമ്പോൾ പറയാം കേട്ടോ. ആരും പേടിക്കുന്നുണ്ട്, ഓ സ്പോയിലേഴ്സ് എന്നുകൊണ്ടൊന്നും ആരും വരണ്ട, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇവർ ബ്രേക്ക് ഇട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു, അതായത് കുറച്ച് നവംബറിൽ, പിന്നെ ഡിസംബർ ക്രിസ്മസിൻ്റെ സമയത്ത്, പിന്നെ ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇനി അവിടെ ന്യൂ ഇയർ ഇവിടെ ന്യൂ ഇയർ പാല് കാച്ചൽ കല്യാണം പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ഞാൻ വിചാരിച്ചു. അല്ലാണ്ട് ഒരു ലോജിക്കും ഇല്ല ഇങ്ങനെ ഇറക്കണത്. ഇതിപ്പോൾ ചിലത് ഇങ്ങനെ ആഴ്ചയിൽ 1 വെച്ച് ഇറക്കും, അല്ലെങ്കിൽ ആൻഡോറൊക്കെ ചെയ്ത പോലെ ആഴ്ചയിൽ 3 വെച്ച് ഇറക്കും. ഓക്കെ, അങ്ങനെ 4 ആഴ്ച 12 എപ്പിസോഡായിരുന്നു ആൻഡോർ ഉണ്ടായിരുന്നത്. അതൊരു വെറൈറ്റി ആയിരുന്നു. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ചെയ്യുന്നുള്ള ഒറ്റയടിക്ക് പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഒറ്റയടിക്ക്. ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം? എനിക്ക് തോന്നുന്നവർ ആ ഒരു ക്രിസ്മസ് മാർക്കറ്റ് പിടിക്കാനോ, അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിനൊക്കെ ഇത് കാണാണ്ട് പാർട്ടിക്ക് മറ്റേതൊക്കെ പോകാണ്ട് ഇത് കാണാതിരിക്കുകയോ സംശയമാണിത്. അപ്പോൾ എന്താണ് ഇവരുടെ ഈ പരിപാടി എന്ന് അന്ന് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്താ ഇവർ ചെയ്തത് ഇപ്പോഴും എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. ബേസിക്കലി ഞാൻ ആദ്യത്തെ 4 എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ഭയങ്കര ഹൈ ആണ്. ഇനി ഇതിനെ മാച്ച് ചെയ്യണമെങ്കിൽ വോളിയം 2 എന്തെങ്കിലും വേണം. അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. മിക്കവാറും സ്റ്റോറി വൈസ് ആയിരിക്കും. ഈ ഒരു 3 എപ്പിസോഡ് ഉണ്ടല്ലോ, എക്സ്പൊസിഷൻ ആഫ്റ്റർ എക്സ്പൊസിഷൻ ആഫ്റ്റർ എക്സ്പൊസിഷൻ. അതായത് ക്ലാസ് എടുക്കുക, ഒരാൾ ക്ലാസ് എടുക്കൂ, അപ്പോഴേക്ക് സ്റ്റീവ് വന്നിട്ട് അവൻ്റെ പ്ലാൻ പറയുന്നു, അപ്പോഴേക്ക് റോബിൻ വന്നിട്ട് റോബിൻ്റെ പ്ലാൻ പറയുന്നു, അപ്പോഴേക്ക് മറ്റേ എലവൻ വന്നിട്ട് എലവൻ്റെ കാര്യം. എല്ലാം ഒരു കഥ. കാരണം ഒരു ലോഡ് കാര്യങ്ങൾ പറയാനുണ്ട്. ആകെ 3 എപ്പിസോഡേ ഉള്ളൂ. ആദ്യത്തെ 4 എപ്പിസോഡ് മറ്റേ വില്ലിൻ്റെ ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തു. വില്ലിനെ ഒരു സോർസറർ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സംഭവമാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു. ഇനി 3 എപ്പിസോഡിൽ എന്തൊക്കെ ചെയ്യണം? ഈ ഡയമെൻഷൻ എക്സ്, അബിസ് എന്നാണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ ആ അബിസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, വേം ഹോൾ എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ഇവരുടെ ഫൈനൽ പ്ലാൻ എന്താണ്, ആ പ്ലാനിലേക്ക് എങ്ങനെ എത്തി, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. സമയം അവിടെ ഇല്ല. ഒരു 10 എപ്പിസോഡൊക്കെ സിമ്പിളായിട്ട് ആക്കാവുന്നതേ ഉള്ളൂ. ഫൈനൽ എപ്പിസോഡ് 2 മണിക്കൂറാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അതിപ്പോൾ ഉള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവർ ഇതേപോലെ 7ാമത്തെ എപ്പിസോഡ് 1.5 മണിക്കൂറുണ്ടെന്ന് അങ്ങനെ എന്തോ ഇതിൽ 1.5 മണിക്കൂറൊന്നുമില്ല, 1 സംതിങ്ങേ ഉള്ളൂ. ഇവരെ പറയുന്നത് എല്ലാം അങ്ങോട്ട് ശരിയൊന്നും അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും ഈ ഫിനാലയിലോട്ടാണ്.
ജനുവരി 1-ാം തീയതി. അപ്പോൾ നമ്മളവിടെ ജനുവരി 2-ാം തീയതി രാവിലെ 6 മണിക്ക്. ഇപ്പോൾ ഇത് വന്ന പോലെ 26-ാം തീയതി 6 മണിക്കല്ലേ വന്ന്, അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും 2-ാം തീയതി രാവിലെ 6 മണിക്ക് തന്നെ ആയിരിക്കും. സോ ആസ് എ റിവ്യൂ പറയുകയാണെങ്കിൽ ഒരുപാട് മിക്സ്ഡ് എന്നല്ല, എല്ലാവരും ഡിസപ്പോയിൻറ്റിങ് ആണ്, ഇതെന്താ കഥ പറച്ചിലാണോ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇതാണ് മറ്റേ ഗേ എപ്പിസോഡാണ്. ഇറ്റ്സ് വെരി ലാസ്റ്റിലൊരു കമ്മിങ് ഔട്ട് സീനൊക്കെ ഉണ്ട് വില്ലൻ്റെ, കണ്ടിട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഊക്കി വിടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഒരു എപ്പിസോഡായിരിക്കും. കാരണം ഈ നിങ്ങൾ ആദ്യത്തെ 4 എപ്പിസോഡ് പോലെ ഒരിക്കലും ഉണ്ടാവില്ല അത്. കാരണം എന്താ, ഇത് കഥ വേണ്ടേ, കഥ ഇത് എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്ന് വേണ്ടേ. വെക്നൻ്റെ കഥ പറയണം, വെക്നയ്ക്ക് എന്തുകൊണ്ടാണ് പേടിയെന്ന് പറയണം, പിന്നെ ഈ കാളിയോ ഇവർ കാലി എന്നൊക്കെയാണ് വിളിക്കുന്നത്, കാളി ആ സംഭവം നമ്പർ 8. അപ്പോൾ അവരുടെ എന്താ സംഭവം, അവരെന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്, അവർ സെക്കൻഡ് സീസണിൽ എല്ലാവരും വെറുപ്പിച്ച് വിട്ടതല്ലേ, പിന്നെ എന്തിനാ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, ആ സംഭവം പറയണം, എന്തൊക്കെ പറയണം. അതാണ് ഇങ്ങനത്തെ ഈ ഒരു സംഭവത്തിൻ്റെ കുഴപ്പം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാ ലൂപ്പ് ഹോൾ അടച്ചിട്ട് ഒരു സംഭവം കൊടുക്കണം, പക്ഷേ അത് സമയമില്ല. ഗെയിം ഓഫ് ത്രോൺസിനും തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലാസ്റ്റും പാളി. ഇത് അങ്ങനെ പാളില്ല എന്ന് വിചാരിക്കുന്നു, പക്ഷെ അങ്ങനെ ചെയ്യില്ല. ഡഫർ ബ്രദേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ അന്നും പറഞ്ഞാണ്, പല സ്ഥലത്ത് സ്റ്റോറി നടക്കുന്നുണ്ടാവും. ഒരു സ്ഥലത്ത് മറ്റേ അപ്സൈഡ് ഡൗണിലും, ഒരു സ്ഥലത്ത് സ്കൂളിൽ നടക്കുന്നുണ്ടാവും, പിന്നെ മറ്റേ പട്ടാളക്കാരൻ്റെ അവിടെ വേറെ നടക്കുന്നുണ്ടാവും, ഹോപ്പർ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും. ഇവരെല്ലാവരും കൂടെ ലാസ്റ്റ് ഒരു കറക്റ്റായിട്ട് ജോയിനായി ഒരു ഹൈ മൊമെൻറ്റ്, ഒരു പീക്ക് മൊമെൻറ്റ് നമുക്ക് കിട്ടി, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും യൂഷ്വലി. അങ്ങനെ ആയിരുന്നു ഇപ്പോൾ 4 സീസൺ വരെ ഇത്ര ഹിറ്റടിച്ച് വന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സീസണും എടുത്ത് നോക്കിക്കോ, തന്നെ കുറേ കഥകളും സൈമിൾട്ടേനിയസ്ലി പാരലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അവസാനം ഇതെല്ലാം കൂടി ജോയിൻ ആവും, അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ജോയിൻ ആയി അല്ലേ, എല്ലാവരും കൂടി ജോയിൻ ആയി. ഇനി നമുക്ക് ആ ഫൈനൽ പേ ഓഫാണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വോളിയം സെറ്റപ്പായിരുന്നു, ഈ ഒരു ഫൈനൽ സീസണിലേക്ക് ഒരു സെറ്റപ്പായിരുന്നു ആദ്യത്തെ 4 എപ്പിസോഡ്. പിന്നത്തെ 3 എപ്പിസോഡ് ആക്ച്വലി സ്റ്റോറി വൈസ് എക്സ്പൊസിഷൻ കൂട്ടിയിട്ട് എക്സ്പ്ലനേഷൻ, ഇവരുടെ എന്താണിത്, അതെന്താണ് ഇത്, ഇതെന്താണ്, നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സെക്കൻഡ് വോളിയം 3 എപ്പിസോഡിൻ്റെ ഫിനാലെ പേ ഓഫാണ്. ഫിനാലെയും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ ബോം. പിന്നെ ഈ ആൾക്കാർ ഡിസപ്പോയിൻറ്റിങ് ആയി എന്ന് പറയുന്നത് അത് ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചത്. ആദ്യം ഞാൻ അതൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ആദ്യത്തെ 4 എപ്പിസോഡ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ഒരു വിയേർഡ് കണക്ക് 4, 3, 1 എന്നൊക്കെ ആക്കിയത്. ഞാൻ വിചാരിച്ച അവസാനം ഈ ഇടയത്തെ 3 എപ്പിസോഡിലായിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, പിന്നെ ഫിനാലെ അങ്ങനെയാണെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ നേരെ തിരിച്ചായി. ആദ്യത്തെ 4 എപ്പിസോഡിൽ ഭയങ്കര പീക്ക് സാധനം കിട്ടി, വൈറൽ മൊമെൻറ്റ്, വില്ലിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ കണ്ടു, പിന്നെ ഒരു സമാധാനമുള്ളത്, പിന്നെ ഒരു ഹൈയും കൂടി കിട്ടിയാൽ പൊളിക്കും. അപ്പോൾ 2-ാം തീയതി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട്, 2-3 ദിവസമുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. അതും ഫിനാലെയും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് തന്നെ. പേ ഓഫ് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത് പേ ഓഫ് നന്നാവാതിരിക്കാനുള്ള ചാൻസുകളും ഉണ്ട്. ഇല്ല എന്നൊന്നും പറയില്ല, പക്ഷെ 90% ദേ വിൽ ഡൂ സംതിങ്. കുറച്ച് പേര് മരിക്കും. എല്ലാവരും ആദ്യം തൊട്ടേ പറയണ്ടോ എന്താണ്, കരയാൻ റെഡി ആയിക്കോ, ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചോ, കരിയ എന്നൊക്കെയാണ് ഇവർ ആദ്യം തൊട്ടേ പറയുന്നത്. അപ്പോൾ മരിക്കും, എന്തായാലും കുറച്ച് പേര് മരിക്കും. അതാരാണെന്ന് അറിയില്ല, അത് നമുക്ക് സ്പോയിലേഴ്സിൽ അല്ലെങ്കിൽ പ്രഡിക്ഷനിൽ നോക്കാം. ബട്ട് മരിക്കും, ആരെങ്കിലൊക്കെ മരിക്കും. ഒരുപാട് പേര് മരിക്കാൻ റെഡി ആയിട്ട് ഞാൻ മരിക്കാം. ഹോപ്പറൊക്കെ ഓപ്പറൊക്കെ ആദ്യം തന്നെ ഞാൻ മരിക്കാം. അപ്പോൾ എല്ലാവരും മരിക്കാൻ റെഡി ആയിരിക്കും. ഞാൻ സാക്രിഫൈസ് ചെയ്യാം, ഞാൻ ചെയ്യാം ആ ഒരു ലെവലാണ് നിൽക്കുന്നത്. അപ്പോൾ ദാറ്റ് വാസ് ദ വോളിയം 2. എനിക്കെങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ ആദ്യത്തെ അടിപൊളിയായിരിക്കും, ഇടയിൽ സ്ലോവും, പിന്നെ ലാസ്റ്റ് ഹൈ ആക്കും. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഫില്ലർ എപ്പിസോഡ്സ് എന്നല്ല, ഈ ബേസിക്കലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞു തരണ്ടേ. അവസാനം നിങ്ങൾ തന്നെ പറയും ഇതെന്താ
അതൊന്നും പറഞ്ഞില്ല, ആ ഒരു പ്ലോട്ട് അവർ ഒന്നും മൈൻഡ് ചെയ്തില്ല, അവർ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ അബിസ് എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോയി. അതൊക്കെ എന്താണ്? അത് ഭയങ്കര ഒരു സംഭവമല്ലേ? ഇത്രയും വലിയൊരു കോൺസെപ്റ്റ് പെട്ടെന്ന് ഇത്തിരി റഷ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അവിടെയാണ് എനിക്ക് ആ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചത്. ഇത്തിരി റഷ് ചെയ്തു. അത് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടോ അല്ലെങ്കിൽ ഇവർക്കൊരു 10 എപ്പിസോഡ് ഇറക്കാൻ വഴിയില്ലാണ്ടൊന്നും അല്ല. എത്ര കൊല്ലം എടുത്ത് ഇതൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല അത് എങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാം അവസാനം കൊണ്ട് റഷ് ചെയ്യും. സമാധാനത്തിലൊന്ന് ഇറക്കി അതൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അപ്പം അതാണ് എനിക്കൊരു നെഗറ്റീവായി തോന്നിയത്. പിന്നെ മറ്റേ വില്ലിൻ്റെ കമ്മിങ് ഔട്ട് സീനൊക്കെ ഈ ഫാമിലി ഗൈയിൽ ഒരു സീനുണ്ട്, അത് ഏത് എപ്പിസോഡൊന്നും അറിയില്ല. ഫാമിലി ഗൈയിൽ മെഗ് ഉണ്ടല്ലോ, മെഗ് വന്നിട്ട് ഐ ആം ഗേ എന്നങ്ങനെ എന്ത് പറയും. അപ്പോൾ എല്ലാവരും വി നോ ഇറ്റ്, ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാം, എന്ത് ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്ന് പറയുന്ന സീനുണ്ട്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫണ്ണി ആയിരുന്നു. ബട്ട് ദേ ഗോ ഫോർ ദിസ് ഇമോഷണൽ തിങ്. ആക്ച്വലി അതിന് കുറേ പേര് കുറ്റം ക്രിഞ്ചാണ്, ഇതെന്താ മറ്റേ LGBTQ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ആ കോണ്ടെക്സ്റ്റും കൂടെ മനസ്സിലാക്കണം. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ 80s അല്ലേ. ഈ ഒരു സംഭവം ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്തല്ലേ ഇത് നടക്കുന്ന കഥ. ആ സമയത്ത് ഗേ ആവുക, ഈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയി അത് അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ആക്കിയത്. ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ഇത്തിരി ക്രഞ്ചായിട്ട് തോന്നും. ഇത് ഭയങ്കര ഞാൻ ഭയങ്കര എന്നെ അക്സെപ്റ്റ് ചെയ്യൂ പ്ലീസ്. ഈ വില്ലിന് വേണ്ടിയിട്ടല്ലേ ഇവരൊക്കെ ഒന്നിച്ചതും ഇത്രയും കാര്യം ചെയ്തതും. പിന്നെ സെൽഫ് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഒരു ഇമോഷണൽ ഒരു സംഭവം ആക്കാൻ വേണ്ടിയിട്ട് അത് നന്നായി ചെയ്തിട്ടുണ്ട്. ക്രഞ്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ക്രഞ്ചാണ് ഉള്ളത് പറയാമല്ലോ. പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ ക്രഞ്ചും സംഭവമൊന്നുമില്ല. ഓക്കെ, എനിക്കും അത് കാണുമ്പോൾ എന്താ അത് ഇങ്ങനെ എന്ന് തോന്നി. പക്ഷേ അവർക്ക് പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഇങ്ങനെയൊക്കെ തന്നെ ആണ്, അത് കോണ്ടെക്സ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. സോ അത്രേ ഉള്ളൂ. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് തംസപ്പ് തന്നെയാണ്. പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് എ ബിൽഡപ്പ്. ഫിനാലേൻ്റെ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ എമ്മാതിരി ബിൽഡപ്പ്. ഇവർ പറയണ കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ അതും കൂടി ഒരു അണ്ടർവെൽമിങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസ് 2.0 നമുക്ക് കാണാൻ പറ്റും. അത് എനിക്ക് കാണാൻ വയ്യ. അങ്ങനെ ആണെങ്കിൽ തകരും. എൻ്റെ 2026 ആദ്യത്തെ ആ വർഷം പോയി കിട്ടിയ ആ ഒരു സംഭവമായി മാറും. വരട്ടെ, നന്നായിട്ട് വരട്ടെ. വെയിറ്റിംഗ് ഫോർ January 2nd. ഓക്കെ, സോ തംസ് അപ്പ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയം 2. ഇനി നമ്മുടെ സ്പോയിലേഴ്സിലേക്ക് കിടക്കുകയാണ്. സ്പോയിലർ അലേർട്ട് ഉണ്ട്. ടൈം സ്റ്റാമ്പ് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് അടിച്ചു വിട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എല്ലാവരും, കാര്യം കാണാണ്ടിരിക്കുമോ. അപ്പോൾ നമുക്ക് കുറേ ഫാൻ തിയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാം ശരിയായിട്ടുണ്ട്. ഒന്ന് ആ ഡയമെൻഷൻ എക്സിൻ്റെ കാര്യം. അതായത് 3 വേൾഡ് ഉണ്ട്. ഒരു നോർമൽ വേൾഡ്, പിന്നെ അപ്സൈഡ് ഡൗൺ, അത് മറ്റേ ഫ്രീസായി നിൽക്കുന്ന സ്ഥലം, പിന്നെയാണ് ഡയമെൻഷൻ എക്സ്. ഈ ഡയമെൻഷൻ എക്സ് എന്നുള്ള പേര് അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ആ നാടകം ഉണ്ടല്ലോ, ഫസ്റ്റ് ഷാഡോ അങ്ങനെ എന്തോ പേരുള്ള ഒരു നാടകം ഉണ്ടല്ലോ, അവിടെയും കാണാൻ പറ്റില്ല. അത് ഭയങ്കര സംഭവമാണ്. പക്ഷെ അത് എവിടെയും കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് മറ്റേ നാടകം കാണണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടില്ലേ, ഒരു സയൻറ്റിസ്റ്റ് പോലുള്ള ആൾ ഒരു സൂട്ട് കേസും കെട്ടിപ്പിടിച്ചിട്ട് തോക്കും പിടിച്ചിട്ട് മറ്റേ ഹെൻറിനെ വെടിവെച്ച ആളില്ലേ, ആ കഥയാണ് ആ നാടകത്തിൽ. ഈ സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഒരു റഷ്യൻ സ്പൈ ആണ്. ഇവർ ആ ഒരു ലാബിൽ ലാസ് വേഗാസിലുള്ള ആ ഒരു ലാബിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളാണ്. ആ ഒരു ടെക്നോളജി ഇയാൾ അടിച്ചു മാറ്റി വന്നതാണ്. അയാളെ ഹെൻറി കാണുന്നു. ആ സൂട്ട് കേസ് ഓപ്പൺ ചെയ്യുന്നു. ഹെൻറി ഈ ഡയമെൻഷൻ എക്സിൽ പോകുന്നു. അവിടെ നിന്നാണ് ആദ്യമായിട്ട് മൈൻഡ് ഫ്ലെയറിനെ കാണുന്നത്. മൈൻഡ് ഫ്ലെയറിന് എന്തോ ഇൻഫെക്റ്റ് ചെയ്തത് എന്തോ ആണ്. അതായത് ഫസ്റ്റ് വെസൽ, ഓക്കെ, ഈ കുറേ കുട്ടികളെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ, അതുപോലെ ആദ്യത്തെ മൈൻഡ് ഫ്ലെയറിൻ്റെ വെസൽ അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയർ ഇൻഫെക്റ്റ് ചെയ്ത ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൻറിയാണ്. പിന്നെയാണ് നമ്മുടെ
ആ മറ്റേ ഡോക്ടർ ഈ ഹെൻറിനെ എടുത്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, ലാബിൽ കൊണ്ടുപോകുന്നതും ഹെൻറിയുടെ ബ്ലഡ് എടുത്തിട്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് കുത്തിവയ്ക്കുന്നതും ആ സംഭവം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് അതുപോലെ തന്നെയായി ഡയമെൻഷൻ എക്സ് എന്നുള്ളതിൻ്റെ പേര് മാറ്റിയിട്ട് ഇവർ അബിസ് എന്നാക്കിയിട്ടുണ്ട്. ഈ നാടകവും ഇതുമായിട്ട് കുറേ ബന്ധങ്ങളില്ല ആക്ച്വലി. അതായത് അതിൽ പറയുന്ന പോലെ അല്ല. അപ്പോൾ അതൊരു സ്റ്റാൻഡ് അലോൺ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അത് കണ്ടാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. ഇത് കാണാൻ ഒരു വഴിയില്ല. യൂട്യൂബിൽ എന്തോ ഒരു ട്യൂട്ടോറിയൽ സ്ലൈം ട്യൂട്ടോറിയൽ അങ്ങനെ എന്തോ അടിച്ചാൽ കാണാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടു. ജസ്റ്റ് നിങ്ങൾ നോക്കുക, സ്ട്രേഞ്ചർ തിങ്സ് ഫസ്റ്റ് ഷാഡോ സ്ലൈം ട്യൂട്ടോറിയൽ എന്ന് അടിച്ച് നോക്കുക. അങ്ങനെ വരുന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ നോക്കിയില്ല. അത് വേണം നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വേണം നോക്കുക. അപ്പോൾ അത് ശരിയായി. പിന്നെയുള്ള ഒരു ചോദ്യം, മൈൻഡ് ഫ്ലെയർ ആണോ വെക്നയാണോ മെയിൻ വില്ലൻ? ഹൂ ഈസ് കൺട്രോളിങ് ഹൂ? നമ്മൾ ആസ് പെർ ദ നാടകം സ്റ്റോറി ആണെങ്കിൽ മൈൻഡ് ഫ്ലെയർ ഈസ് ദ മെയിൻ വില്ലൻ. കാരണം വെക്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ പവർ, ഇത്രയും പവറുള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊരു വീക്ക്നെസ് ഉണ്ടാവില്ല വില്ലന്. പക്ഷേ വെക്നയുടെ വീക്ക്നെസ് നമുക്കറിയാം. അവസാനം വില്ലൻ തന്നെ പറയുന്നുണ്ട്, ഇവർ ആ സംഭവം കണ്ടുപിടിച്ചല്ലോ, മാക്സ് പോയിട്ട് ആ സംഭവം കണ്ടുപിടിച്ചല്ലോ, ആ ഒരു കേവിൻ്റെ അകത്ത് ആണ് ഈ സംഭവം ആദ്യമായിട്ട് ഹെൻറി വേറെ ഡയമെൻഷൻ എക്സ് അബിസിലേക്ക് പോകുന്നത്. ആ ഒരു ഈ അബിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ മഞ്ഞ കളർ ഒരു വേൾഡില്ലേ, അതാണ് അബിസ്. പിന്നെ ഒരു ചുവപ്പ് കളർ വേൾഡ് ഉണ്ട്, അല്ല പിന്നെ നമ്മുടെ അപ്സൈഡ് ഡൗൺ നീല കളർ. അപ്പോൾ ആ മഞ്ഞയും നീലയും മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ വെക്നയ്ക്കൊരു വീക്ക് പോയിൻ്റ് ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഒരു വീക്ക് പോയിൻ്റ് ഉള്ള ഒരാളായിരിക്കുമോ ഒരു മെയിൻ വില്ലൻ? അവിടെ നിന്നാണ് ആ ഒരു ഫാൻ തിയറി വന്നത്. അത് ഇതുവരെ മൈൻഡ് ഫ്ലെയറിനെ കാണിച്ചിട്ടേ ഇല്ല, ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഫിനാലയിലാണോ കാണിക്കാൻ പോകുന്നത് എന്നും സംശയമാണ്. അപ്പോൾ അതൊരു അൺസർട്ടൺ സംഭവമാണ്. ആ ഒരു ഫാൻ തിയറി ഇതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്. പക്ഷേ ഇനി വെക്ന അല്ല, ഇനി വേറൊരു വില്ലനാണ് എന്നൊക്കെ ഉള്ള കാണിക്കാനുള്ള സമയമുണ്ടോ? ചിലപ്പോൾ അവർക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ 2 മണിക്കൂറാണെങ്കിൽ ചിലപ്പോൾ കാണിക്കാനുണ്ടാവും. 1 മണിക്കൂർ 1.5 മണിക്കൂറാണെങ്കിൽ സംശയമാണ്. പിന്നെ വേം ഹോളിൻ്റെ ഫാൻ തിയറി കറക്റ്റ്. അത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞാണ്. നമ്മുടെ മറ്റേ ടീച്ചറിൻ്റെ പേരെന്നാണ്, ക്ലാർക്ക്. പുള്ളിക്കാരൻ വന്നു, അറിയാമല്ലോ, എല്ലാം സെറ്റാക്കി വിടും. 1/2 മണിക്കൂർ പുള്ളിക്ക് കൊടുത്താൽ മതി, പുള്ളി എല്ലാം നിങ്ങൾക്ക് ഇത് അറിയില്ല അല്ലേ, ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് പുള്ളി വരച്ച് എല്ലാം സെറ്റാക്കി കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ പുള്ളി വന്നിട്ടുണ്ട് ഇവരുടെ കൂടെ. ടെസ്റ്റിനാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേം ഹോളിൻ്റെ. പക്ഷേ സീസൺ ഫസ്റ്റ് തൊട്ടേ വേം ഹോളിനെ കുറിച്ച് ടീച്ചറും പറയുന്നുണ്ട്. ഈ സീസണിൽ തന്നെ ഫസ്റ്റ് എറിക്കിയും ആ ടീച്ചറും കൂടെ ക്ലാസ് റൂമിൽ വെച്ചിട്ടും വേം ഹോളിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ വേം ഹോളിൽ കൂടെ ആണ് ഈ ഡെമോഗോർഗൻസും മറ്റേതൊക്കെ വരുന്നത്. ഓക്കെ, ആ അബിസ് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവർക്ക് മെയിൻലി എന്താ വേണ്ടത്? ഈ വേം ഹോളിൽ കൂടെ ഈ എർത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു സംഭവം ആക്കണം, ഈ ഡയമെൻഷൻ എക്സത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി അവർക്ക് വേണ്ടത്. അൾട്ടിമേറ്റ് കൺട്രോൾ ഓഫ് ദ വേൾഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സംഭവം നടക്കുന്നത് ഈ വേം ഹോളിൽ കൂടെയാണ്. അവിടെ എക്സോട്ടിക് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നാൻസി വെടിവെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നല്ലൊരു സാധനം നമ്മൾ വെടിവെച്ച് കളയാം, ഏതാ ടീംസ്. അപ്പോൾ അവിടെയാണ് ഇവർ മറ്റേ ബോംബ് വയ്ക്കാൻ പോകുന്നത്. ഒരു വെടി വെച്ചപ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് സംഭവിച്ചു എന്നാണ്. അപ്പോൾ അതൊരു എനർജി സോഴ്സ് പോലത്തെ സംഭവമാണ്. ആൻറ്റി ഗ്രാവിറ്റേഷണൽ സംഭവം എന്നൊക്കെ പറഞ്ഞ് കുറേ എന്തൊക്കെയോ ടേംസൊക്കെ പറയുന്നുണ്ട്, ഫിസിക്സ് ടേംസൊക്കെ. അതൊന്നും നമുക്ക് വേണ്ട. ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഒരു എനർജി സോഴ്സാണിത്. ആ എനർജി സോഴ്സ് എന്ത് ചെയ്യണം? അത് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേം ഹോളും തകരും, ഈ കണക്ഷനും പോവും, എല്ലാം പോവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അടുത്ത കാര്യം ആ 12 കുട്ടികളുടെ കാര്യമാണ്. അവരിന് എന്തിനാണ് കാര്യം? എന്താണ് ഈ 12ൻ്റെ കണക്ക്? അല്ലെങ്കിൽ ഈ കുട്ടികളിൽ എന്തിനാണ്? ഇപ്പോൾ വീക്കാണെന്ന് പറയുന്നു, അതുകൊണ്ട് എടുത്തു, അതുകൊണ്ട് ഹോസ്റ്റാക്കി എന്ന് പറയുന്നു. പക്ഷേ എന്താണ് അതുകൊണ്ടുള്ള കാര്യം? വാട്ട് ഹീസ് അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും വില്ലിനാണ് കൊടുക്കുന്നത്. വില്ലിനടുത്ത് പറയുന്നുണ്ട്, വില്ല് ഹോസ്റ്റായതിനു ശേഷമാണ് ആ ടണൽസ് ഉണ്ടാക്കിയത്. ആ ഹോക്കിൻസിൻ്റെ അടിയിൽ കൂടെയുള്ള ഈ ടണലിൽ കൂടെയാണല്ലോ ഡെമോഗോഗൻസ് ഒക്കെ വരുന്നത് ആദ്യം മുതലേ. അപ്പോൾ അത് കുഴിക്കാൻ സഹായിച്ചത് വില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മിക്കവാറും ഈ കുട്ടികളെ കൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ വേൾഡ് മുഴുവൻ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ഈ ഡെമോഗോർഗൻസിനെയും ഈ മറ്റേ അബീസിലുള്ള ആൾക്കാരിനെയൊക്കെ ഇതിൽ കൂടെ വിട്ട് വേൾഡ് മൊത്തം ഡോമിനേറ്റ് ചെയ്യാനായിരിക്കും ഇവരുടെ പവർ.
ആ പവർ കിട്ടാനാണ് ഇവരിത് ചെയ്യുന്നത്. ബേസിക്കലി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഈ 12 കുട്ടികളുടെ ആവശ്യമില്ലല്ലോ. പിന്നെ 12 എന്നുള്ള കണക്ക് ഒരു വാച്ചിൻ്റെ സംഭവം പോലെയാണ്. 12 hours ഉണ്ട്. ഈ ലാസ്റ്റ് ഈ 7th എപ്പിസോഡ് അവസാനിക്കുമ്പോഴും ആ ഒരു വാച്ചിൻ്റെ സൗണ്ടാണ് വരുന്നത്, ടിക് 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 എന്നുള്ള സൗണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഈ ക്ലോക്കിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അതാണ് ബേസിക്കലി 12 കുട്ടികളുടെ കാര്യം. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് മിലിറ്ററിക്കാരുടെ കാര്യം. ഈ മിലിറ്ററിക്കാർ ഡമ്മി പീസുകളായിരുന്നു അവസാനം വരെ. ഇവരെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അവർക്ക് ഒരു കഴിവില്ല. മറ്റേ നാൻസിയൊക്കെ അവരുടെ ചുമ്മാ വെടിവെച്ചിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡമ്മി പീസുകൾ പോലെ ആയിരുന്നു. പക്ഷേ അവസാനം മറ്റേ കാളിയാണ് ആ സംഭവം പറഞ്ഞു കൊടുക്കുന്നത്, എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി കാളി എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അവരിനെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഫുള്ള് തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് വെറുപ്പിക്കലാണ് ഇപ്പോഴും വന്നിട്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാട്ട് ഷീ സെയിങ് ഈസ് മേക്ക് സെൻസ്. ലൈക്ക് അതായത് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം 11 ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ മിലിറ്ററിക്കാർ പോയാൽ അടുത്ത മിലിറ്ററിക്കാർ വരും. പിന്നെ അതിനെക്കാട്ടും പവറായിട്ടുള്ളവർ വരും. പിന്നെ അത് വന്നുകൊണ്ടേ ഇരിക്കും. കാരണം ഇതിനെ വെപ്പണൈസ് ചെയ്യാൻ 11ൻ്റെ ബ്ലഡ് വേണം. വെക്നൻ്റെ ബ്ലഡാണ് 11ൻ്റെ ദേഹത്തുള്ളത്. അപ്പോൾ എന്ത് വേണം? 11 എപ്പോഴും ഹണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. യു കാൺട്ട് എസ്കേപ്പ് ദിസ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി വാട്ട് ഷീ സെയിങ്, നീ മരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാളിയൊന്നും ശരിയല്ല, കാലിയൊന്നും ശരിയല്ല എന്നാണ് അമേരിക്കക്കാരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് 11 ഒന്നെങ്കിൽ മരിക്കും, ഇല്ലെങ്കിലും മരിക്കണ പോലെ കാണിക്കും. എന്നിട്ടൊരു ചെറിയൊരു സീനുണ്ടാവും. മൈക്കും 11ഉം കൂടി ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് താമസിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട്. അപ്പം മിക്കവാറും ഒന്നില്ലെങ്കിൽ 11 മരിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്ന പോലെ അങ്ങനെ ഒരു ബ്ലാസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് അങ്ങനെ ഒരു വൈറ്റ് സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും ആവും. എന്നിട്ട് നമ്മൾ വിചാരിക്കും 11 മരിച്ചു എന്ന് വിചാരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് 11 മൈക്കോ അല്ലെങ്കിൽ 11 ഹോപ്പറോ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. പിന്നെ ഈ മരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡസ്റ്റിൻ്റെയും നമ്മുടെ സ്റ്റീവിൻ്റെയും കിഡിലൻ ഒരു അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു മെയിൻ ഒരു സംഭവം ഇതിലുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇമോഷണൽ ഒരു സംഭവമായിരുന്നു. അത് എഡ്ഡി മരിച്ചതിന് ശേഷം ഇവർ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. അവരെ കുറ്റം പറയും, ഇവരെ കുറ്റം പറയും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ ഭയങ്കര ഒരു സംഭവം. ഈ എഡ്ഡി ഉപയോഗിച്ച ഒരു കത്തിൻ്റെ അറ്റത്തൊരു കമ്പ് പോലത്തെ സാധനം വെച്ചിട്ടുള്ള ഒരു ശൂലം പോലത്തെ ഒരു സാധനമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് എഡിൻ്റെ വെപ്പണായിരുന്നു. അപ്പോൾ മിക്കവാറും സ്റ്റീവ് അണ്ണനെ കൊല്ലാൻ ആ തോക്ക് പിടിച്ച് പോയതാണ് സ്റ്റീവ്. അപ്പോൾ തോക്ക് വേണ്ട, വേറൊരു കുന്തം പോലത്തെ സാധനം, ശൂലം പോലത്തെ സാധനം ഉണ്ട്. എന്നിട്ട് ഒരു കുന്തം കൊടുത്തിരിക്കുക. ഈ കുന്തം കൊണ്ടാണ് അവർ ഇതിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല. അപ്പോൾ സ്റ്റീവോ ഡസ്റ്റിനോ ചിലപ്പോൾ മരിക്കും. ചിലപ്പോൾ സ്റ്റീവായ കുറച്ച് നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെയായി. എല്ലാവരും മീമിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്റ്റീവ് മരിച്ചാൽ കാണിച്ചുതരാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മേ ബി സ്റ്റീവ് മരിക്കും, അല്ലെങ്കിൽ സ്റ്റീവോ ഡസ്റ്റിന് ആരെങ്കിലും ഒരാൾ മരിക്കും. അതാണ് ഇഫ് യു ഡൈ ഐ ഡൈ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി മരിക്കാനുള്ള സാധ്യത ജോനാത്തന് ഇനി പർപ്പസ് ഇല്ല. ജോനാത്തന് എന്താ പർപ്പസ്? ഇനി പർപ്പസ് ഇല്ല. നാൻസി ആയിട്ട് അടിച്ച് പിരിഞ്ഞല്ല, അവർ സന്തോഷകരമായിട്ട് ബ്രേക്കപ്പായി. അതും ഒരു നൈസ് സീനായിരുന്നു അവരുടെ റിലേഷൻഷിപ്പും. കാരണം അവർ രണ്ടുപേർക്ക് മതിയായി. അപ്പോൾ അവരും അത് വിട്ടുപോയി. അപ്പോൾ ജോനാത്തനും ഇനി ആക്ച്വലി പറഞ്ഞ പർപ്പസൊന്നും ഇല്ല. അപ്പോൾ ജോനാത്തനും മരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മരിക്കാൻ സാധ്യതയുള്ളത് ഹോപ്പറാണ്. ഹോപ്പർ എല്ലാ സീസണിലും ഞാൻ മരിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളാണ്. ഞാൻ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളാണ്. ഹോപ്പർ മരിച്ചാലും ഭയങ്കര ഒരു ഇമോഷണൽ ഒരു സംഭവം. അപ്പോൾ മരിക്കാൻ സാധ്യതയുള്ളത് അതായത് ഇവർ സാധാരണ പോലെ ആണ് ഉദ്ദേശിക്കുക. അതായത്
ഒരു നോർമൽ സംഭവമാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ 11ഉം സ്റ്റീവും പിന്നെ വേറെ ആരെങ്കിലും മരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെയൊക്കെ ഞെട്ടിക്കൽ ബിരിയാണി കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലും മരിക്കുക. ചിലപ്പോൾ ലൂക്കസോ അല്ലെങ്കിൽ ഡസ്റ്റിനോ അല്ലെങ്കിൽ ജോയ്സോ അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലും മരിച്ചാലും മരിക്കും, എന്തായാലും മരിക്കും, അത് ഉറപ്പാണ്. ഈ മരിച്ചില്ലെങ്കിൽ എന്നെ തന്നെ വിളിക്കണ്ട, മരിക്കും. അതുകൊണ്ടാണ് ഇവർ മറ്റേ കരച്ചിൽ വരും, മറ്റേ ടിഷ്യൂ പേപ്പർ എടുത്ത് വയ്ക്കാനൊക്കെ പറഞ്ഞത്. ഇനി അതൊക്കെ വെറുതെ അത് ഞങ്ങൾ വെറുതെ പറഞ്ഞാണ്, ഒന്നോ മാത്രം പറയാം. ഇല്ല, അങ്ങനെ വരില്ല, മരിക്കും. സോ പിന്നെ നമുക്ക് പറയാനുള്ളത് കാളിയുടെ ക്യാരക്ടറാണ്. ഈ കാളി എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അതായത് അവർക്കും എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് നീ മരിക്കാനാണ്, 11 മരിക്കണം അല്ലെങ്കിൽ 11 ഡിസപ്പിയർ ആവണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കാളീൻ്റെ ക്യാരക്ടറും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കാളീന് വില്ലനെ പോലെ ആവുമോ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതായത് 11 മരിക്കില്ല എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് കാളിയുടെ പവേഴ്സ് ഒന്നും എടുത്തിട്ടേ ഇല്ല. ആക്ച്വലി വേസ്റ്റ് ആയിരുന്നു ഈ ഒരു ഇതിൽ. ഈ മറ്റേ പവറല്ലേ, ഈ എന്താണ് നമ്മളിങ്ങനെ ഉണ്ടാക്കാനുള്ള പവർ, ഫേക്ക് റിയാലിറ്റി ഉണ്ടാക്കാനുള്ളൊരു പവറല്ലേ, അതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ ഒരു തവണ ഫസ്റ്റിൽ മാത്രമേ കുറച്ച് ഉപയോഗിച്ചുള്ളൂ, പിന്നെ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. വേസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു, ഒന്നും അവരിനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇനി ഫിനാലയിലാണോ അവരിനെ യൂസ് ചെയ്യാൻ പോകണമെന്നും അറിയില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ സ്ട്രേഞ്ചർ തിങ്സ്. ഓക്കെ, ഫിനാലയിലാണ് എല്ലാം കിടക്കുന്നത്. വരട്ടെ, നന്നായി വരട്ടെ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ഇടാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ സ്ട്രേഞ്ചർ തിങ്സ്. ഇനി നമ്മുടെ സർവ്വമായൻ്റെ കാര്യമാണ്. നമ്മുടെ നിവിൻ പോളി അവസാനം കംബാക്ക് നടത്തിയിരിക്കുന്നു, ഒഫീഷ്യൽ കംബാക്ക്. മറ്റേ കഴിഞ്ഞ ആഴ്ച ഒരു കംബാക്ക് ഉണ്ടായിരുന്നു, അതുപോലത്തെ കംബാക്ക് അല്ല ഇത്, ശരിക്കുള്ള കംബാക്ക്. മറ്റേത് PR കംബാക്ക്, അത് ഇൻ്റർനെറ്റിൽ മാത്രമേ കംബാക്ക് ഉള്ളൂ, തിയേറ്ററിൽ പോയാൽ കംബാക്ക് കാണാൻ പറ്റില്ല. ഇൻ്റർനെറ്റിൽ കംബാക്കാണ്, എല്ലാവിടെയും റെഡിറ്റിലും മറ്റെവിടെയൊക്കെ കിടിലൻ കംബാക്ക് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ റിയാലിറ്റിയിലില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് റിയാലിറ്റിയിലുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ അടുത്തുള്ള സിനിമ തിയേറ്ററിലാണ് പോയത്. ഹൗസ്ഫുള്ളായിരുന്നു, ഫസ്റ്റ് ഡേ ഹൗസ്ഫുള്ളായിരുന്നു. വെക്കേഷൻ ആണല്ലോ, വെക്കേഷൻ ക്രിസ്മസ് ഒക്കെയാണ്, വേറെ സിനിമകളൊന്നും ഇല്ലതാനും. ഞാൻ അന്നേ പറഞ്ഞാണ് ഒരു സിനിമയും ഇല്ല. ഈ സർവ്വമായി ഹിറ്റായ ആക്ച്വലി നല്ലതാണ്. ഇനി ഈ ഒരു 5 ദിവസം വെക്കേഷനാണ്, ഹോളിഡേയ്സാണ്, ഫെസ്റ്റിവൽസൊക്കെ വരുന്നുണ്ട്, എല്ലാവരും പുറത്താണ്, വേറെ സിനിമ ഒന്നും ഇല്ല ആക്ച്വലി കാണാൻ. അപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു. കിടിലൻ സിനിമ, അതായത് ഈ നന്മ സിനിമ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് സ്റ്റീരിയോ ടൈപ്പിംഗ്, ടൈപ്പ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കൊലപാതകം ചെയ്ത പോലെയാണ് ഇവിടെ ചില ആൾക്കാർ പറയുക. ഒരാൾ, ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു നടൻ ഒരു ടൈപ്പ് ഓഫ് റോൾ നന്നായിട്ട് ചെയ്യും. അപ്പോൾ അയാളെ ബുള്ളി ചെയ്ത് നിനക്കിത് മാത്രമേ അറിയുള്ളൂടാ, നിനക്ക് വേറെ ഒന്നും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞ് ഇന്നതാ പറയാമെന്നില്ല, അയാളെ ബുള്ളി ചെയ്ത് ഭീഷണിപ്പെടുത്തി മറ്റേ തെറി വിളിച്ച് അയാളെ വേറെ കാര്യങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യിപ്പിക്കും ആൾക്കാർ. അത് ചെയ്താൽ പറയും, നിനക്ക് ഈ നന്മയൊക്കെ ചെയ്തിരുന്നാൽ പോലെ നീ എന്തിനാണ് ഇതൊക്കെ ഈ ഏറ്റവും പൊന്താത്ത കാര്യമൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പിന്നെ കളിയാക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, ഒരാൾ ഒരു കാര്യം ചെയ്ത് അത് പെർഫെക്റ്റ്, അയാൾക്കത് അറിയാം, ആ ഒരു ഫോമിൽ അയാൾക്ക് അറിയാം, അതിൻ്റെ ഉള്ളിൽ ഇനി വല്ല വെറൈറ്റിയോ അല്ലെങ്കിൽ ആരും പറയാത്ത സ്റ്റോറിയോ. ഇത് ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആക്ച്വലി ഒന്നും കണ്ടിട്ടില്ല, ട്രെയിലറോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, റിവ്യൂ പോലെ ഞാൻ കണ്ടില്ല. 2 റിവ്യൂ കണ്ടു, അതിലൊന്നും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല. ആക്ച്വലി അതായത് ഞാൻ വിചാരിച്ചു എന്തോ ഇങ്ങനത്തെ സിനിമയായിരിക്കുന്നത്, ഇത് നോർമൽ സിനിമ അല്ല, ഇത് ഭയങ്കര ഒരു എന്താ സ്പോയിലല്ലാണ്ട് ഇപ്പം എങ്ങനെ പറയാം, ഒരു ഫാൻറ്റസി സംഭവമൊക്കെ, ഒരു സൂപ്പർ നാച്ചുറൽ അല്ല, ആ ഒരു ഫാൻറ്റസി സംഭവം, ആ ഒരു ഹൊററല്ലേ എന്ത്, ആ സംഭവം എനിക്ക് മനസ്സിലായില്ലേ, പ്രേതമല്ല എന്നാൽ അങ്ങനത്തെ സംഭവമില്ല, അതന്നെ
അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എക്സിക്യൂഷനിൽ 10/10. ഓക്കെ, അത് എൻഡ് ചെയ്ത രീതിയും ഞാൻ വിചാരിച്ചു ഇതിന് അവസാനം കൊണ്ട് കൊളവാക്കുമെന്ന് വിചാരിച്ചു. ഇല്ല, അവസാനവും നൈസായിപ്പോൾ. എൻഡിങ്ങും നൈസായിരുന്നു. ആ ഒരു സർക്കിൾ അതിൽ ആദ്യം ഒരു കാര്യം പറയും, പിന്നെ അത് അവസാനം അത് അങ്ങോട്ട് ഒരു സർക്കിളിലാണ് അത് അവസാനിക്കുക. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഒരു സമാധാനം, ഈ വേണ്ടാത്ത അടി ഒന്നുമില്ല. ഭയങ്കര അത് ഫാമിലിയൊക്കെ ആയിട്ട് സുഖമായിട്ട് പോയി കാണാൻ, അതായത് വെക്കേഷന് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ സിനിമ. സത്യൻ അന്തിക്കാടിൻ്റെ മകൻ തന്നെ, ഒരു ഡൗട്ടൊന്നും വേണ്ട. അഖിൽ സത്യൻ വി ട്രസ്റ്റ്. ഞാൻ ആ പാച്ചുവും അത്ഭുത വിളക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല ആ സിനിമ ഭയങ്കര, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയൊന്നും അല്ല, ഞാൻ OTT തന്നെ കണ്ടത്. പക്ഷേ ആ സിനിമയ്ക്ക് എന്തോ ഭയങ്കര ഒരു സമാധാനമുള്ള സിനിമ. ഞാൻ 2-3 തവണ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുകയൊക്കെ ചെയ്യും, വീട്ടുകാരുടെ കൂടെ കാണാം. കാരണം എന്താ, ഒരു ഒന്നുമില്ല ആദ്യത്തെ സിനിമ. അത് നൈസായിട്ടിരുന്ന് കാണാൻ പറ്റും. അതിൽ മറ്റേ വൾഗറായിട്ടുള്ള ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ ഇടി അവനെ ചോര അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ സിനിമയും വേണ്ടേ? എപ്പോഴും എല്ലാ നായകന്മാരും ചോര തെറിപ്പിച്ചിട്ടും തലയടിച്ച് പൊളിച്ചിട്ടും ഇരിക്കില്ലല്ലോ. അങ്ങനത്തെ സിനിമയും വരട്ടെ, ഇങ്ങനത്തെ സിനിമയും വരട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ഇത്. അല്ലാണ്ട് ഇനി എല്ലാവരും കൂടെ അഖിൽ സത്യന് നന്മ മാത്രമേ എടുക്കാൻ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇയാളിന് ഇനി കേടുവരുത്തും, അത് വരെ നിൽക്കും. ആ നിവിൻ പോളി തന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവിലാണ്, പേളിമാനിൻ്റെ ഇൻ്റർവ്യൂവിലാണ് എന്തോ ഒരു സംഭവം ഇതേ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇത് അന്നേ പറഞ്ഞാണ്. ഇപ്പോൾ മാർട്ടിൻ സ്കോർസേസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളെന്തിനാ ഇറ്റാലിയൻ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ സിനിമ മാത്രം എടുക്കുന്നത്, നിങ്ങൾക്ക് വേറെ നിങ്ങൾ എടുത്തൂടെ എന്ന് ആരും ചോദിക്കില്ല. കാരണം എന്താ ചോദിച്ചാൽ അവൻ മണ്ടന. കാരണം പുള്ളിക്കത് അറിയാം, ആ ഒരു സംഭവം എടുക്കാൻ അറിയാം. അപ്പോൾ അത് പുള്ളി ചെയ്തോട്ടെ. ഗൈറിച്ചിൻ്റെ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. സ്കോർസേസി പിന്നെ എന്തെടുത്താലും അടിപൊളിയാണ്. ഗൈറിച്ചിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കറിയാം. UK ഗാങ്സ്റ്റേഴ്സിൻ്റെ സിനിമ ഗൈറിച്ചി എടുത്തു കഴിഞ്ഞാൽ, ജെൻറ്റിൽമാൻ ആയിക്കോട്ടെ, സ്നാച്ച് ആയിക്കോട്ടെ, പിന്നെ വേറൊരു വലിയൊരു പേരുള്ള സിനിമയുണ്ട്, പേര് മറന്നു, ആ സിനിമ ആയിക്കോട്ടെ, പൊളിയ സിനിമകളാണ് ഗൈറിച്ചി എടുക്കുക. അത് വിട്ടിട്ട് ഈ ഒരുമാതിരി അലാഡിൻ, പിന്നെന്താ ഫൗണ്ടൻ ഹെഡ്, അങ്ങനെ എന്തൊക്കെയോ, ഫൗണ്ടൻ ഓഫ് യൂത്ത്, അങ്ങനെ എന്തൊക്കെയോ ഒരു തല്ലിപ്പൊളി സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിന്? ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാണ്, അതായത് കംഫർട്ട് സോണെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോ കുഴപ്പമില്ല, നിങ്ങൾ അതെടുക്കൂ. വയലൻസ് എടുക്കട്ടെ. ഒരാൾ തന്നെ വയലൻസ് കൊടുക്കണം, കോമഡി കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതെടുക്കുക, ഒരു കുഴപ്പമില്ല. അത് ഈ പറയണവന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കേട്ടിട്ട് ഒരു കാര്യമില്ല. എനിക്കിത് പണ്ട് തൊട്ടേ മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ ഇതിൽ കിടിലനായിട്ട് തോന്നുന്നത്, അതായത് ഈ അഖിൽ സത്യൻ്റെ ഫസ്റ്റ് സിനിമയിലായാലും ആ ഒരു ആക്ട്രസ് കിടിലനായിരുന്നു. അതായത് ഒരു നാച്ചുറലായിട്ടുള്ള ആക്ടിങ്. അഞ്ജന ജയപ്രകാശ്, അതിന് വേറെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അതിൽ അടിപൊളിയായിരുന്നു. അതായത് സാധാരണ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ അല്ല. ഇറ്റ് വാസ് ഒരു റിഫ്രഷിങ് എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരുന്നു പാച്ചും അത്ഭുത വിളക്കിലും. അതേപോലെ നമ്മുടെ റിയ ഷിബു. ഇൻഫ്ലുവൻസേഴ്സ് വരട്ടെ, എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും വിളിക്കി അഭിനയിക്കാൻ. കാരണം ഇതൊക്കെ തന്നെ റീൽസിലുള്ള അഭിനയമൊക്കെ തന്നെ ഇതിലുള്ളൂ. ഇതൊക്കെ മതി, ധാരാളം. വേറെയുള്ള നായികന്മാരുടെ അതേ അളവിൽ തന്നെയാണ് അഭിനയിക്കുകയും ചെയ്യുന്നത്. റീൽസ് അഭിനയിക്കുന്നത് വലിയ മോശം. റീൽസ് അതൊക്കെ തന്നെ ഇതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ചെറിയ ക്യാമറ, ഇവിടെ ഇത്തിരി വലിയ ക്യാമറ എന്നേ ഉള്ളൂ. പിന്നെ റിയ ഷിബു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഷീസ് ലൈക്ക് എ നെപ്പോക്കിഡ് അല്ല, ഒരു പ്രൊഡ്യൂസറിൻ്റെ മകളാണ്. അറിയാലോ, ഈ ABCD, പുലി, ജാക്ക് ഡാനിയൽ, മുറാക്ക് എടുത്ത ആ പ്രൊഡ്യൂസറിൻ്റെ മകളാണ്. പിന്നെ മറ്റേ ഹൃദു ഹാരൂണില്ലേ, പുള്ളിയുടെ അനിയത്തിയോ ചേച്ചിയോ എന്തോ ആണ്, അനിയത്തിയാണോ. അപ്പോൾ വലിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഷി വാസ് വെരി നൈസ്. അതായത് ഞാൻ വിചാരിച്ചു ഇത്തിരി വെറുപ്പിക്കലുണ്ടാവുമോ എന്ന് വിചാരിച്ചു, ഇല്ല, ഒരു വെറുപ്പിക്കലും ഇല്ല. ആക്ച്വലി ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് വെരി റിഫ്രഷിങ് ടു സീ അഗെയിൻ. അഖിൽ സത്യൻ, ഐ ഡോണ്ട് നോ ഹൗ യു ഡൂയിങ് ഇറ്റ്. ലൈക്ക് കാസ്റ്റിംഗ് ആയിക്കോട്ടെ, ആ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു ഡെപ്തോ
ഡയലോഗ്സോ എന്തോ ആയിക്കോട്ടെ, ഇറ്റ് വാസ് പെർഫെക്റ്റ്. പ്രീതി മുകുന്ദനെ മാത്രം തിരി സൈഡാക്കി. അത് ഈ പ്രീതി മുകുന്ദൻ ഷുഡ് ലൈക്ക് ഫയർ എ മാനേജർ ആക്ച്വലി. ആരാണ് ഈ കാസ്റ്റിംഗ് എനിക്ക് ചെയ്തു തരുന്നത് വെച്ചാൽ അവരുടെ ഫയർ ചെയ്യാൻ സമയമായി. വാട്ട് എവർ യു ആർ ഡൂയിങ് ഇൻ ദ മ്യൂസിക് വീഡിയോയിലൊക്കെ അടിപൊളിയാണ്. പക്ഷേ കണ്ണപ്പ ആരെങ്കിലും അതിപ്പോൾ ഇത്ര വലിയ റോള് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലും പ്രഭാസും വരെ പോയി, അത് ഒരു കാര്യമില്ല. അത് പൈസ കൊടുക്കുമ്പോൾ പോവുമായിരിക്കും, അതിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ തിരി എന്തെങ്കിലും ഒരു മര്യാദയ്ക്കുള്ളതും കൂടി ചെയ്യണ്ടേ. പ്രീതി മുകുന്ദൻ ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ ബട്ട് ഷീ ഈസ് നോട്ട് യൂസിങ് ഇറ്റ്. ആക്ച്വലി അതാണ് സംഭവം. ഒരു സാധാരണ ക്യാരക്ടർ, അതൊരു ചുമ്മാ അങ്ങനെ വന്നു പോകുന്ന ക്യാരക്ടർ. പക്ഷേ ആക്ച്വലി അതും വെറുപ്പിക്കലോ ബോറൊന്നുമല്ല. സ്ക്രീൻ സ്പേസ് ഇല്ല, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ലാസ്റ്റിലൊരു സീനില്ലേ, പുള്ളി ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു വലിയൊരു സ്റ്റേജിൽ കയറിയിട്ടൊരു സീന്. അതെന്താ അതിലൊരു എന്തോ ഒരു നിയുമ്പോലെ ആ ഗിറ്റാർ പിടിക്കുന്നത് തന്നെ എന്തോ ഒരു അപാകത, അത് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി അടിപൊളി. ആ മറ്റേൽ വെച്ചിട്ട് തന്നെ നിർത്തായിരുന്നു. ആ ഒരു ഫേമസ് ആവുന്ന ഒരു സീന് അനാവശ്യ സീന് പോലെ തോന്നി. അത് കുറേ CGI ആൾക്കാരും CGI സ്റ്റേജും അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അതതിൻ്റെ ആ ഒരു ഇങ്ങനെ ആ ഫ്ലോ, ആ മറ്റേ ആ ലാസ്റ്റ് ആ കണ്ടുവരുന്ന ആ സീനോട് ഇന്ന് കാട്ടിയായിരുന്നു. ഇത് അവസാനത്തെ അതിലെന്തോ ഒരു പോലെ തന്നെ ഒരു അന്തം വിട്ട് നിൽക്കുന്ന പോലത്തെയോ, അല്ലെങ്കിൽ ആ ഗിറ്റാർ പിടിക്കുന്ന രീതി, ഈ റോക്ക് കോൺസെർട്ട് അല്ല വലിയ കോൺസേർട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു ആവേശത്തിൽ നിൽക്കുക, ഇതിങ്ങനെ എന്തോ അന്തം വിട്ട് നിൽക്കണ പോലെ ഒരു ഫീലിംഗ്. ഗ്രീൻ സ്ക്രീൻ വെച്ച് അഭിനയിച്ചുകൊണ്ടാണോ അങ്ങനെയൊന്നും അറിയില്ല. എന്തോ ആ ഒരു സീൻ മാത്രം എന്തോ ഒരു ഇതായിട്ട് തോന്നി. വേറെ അജു വർഗീസൊക്കെ പൊള്ളി. അജു വർഗീസും നിവിൻ അത് ഇവർ എപ്പോൾ സ്ക്രീനിൽ വന്നാലും അടിപൊളിയാണ്. അത് അവസാനത്തെ സിനിമേൻ്റെ അല്ല ധ്യാനം എടുത്തത് ലവ് ആക്ഷൻ ഡ്രാമ, അതിലും ഇവരിൻ്റെ രണ്ടുപേരുടെ സീൻ മാത്രം നൈസായിരുന്നു, ബാക്കി എല്ലാം ലംബായിരുന്നു. ഇതിലും പിന്നെ എല്ലാം നൈസാണ്. അതുപോലെ അജു വർഗീസും നിവിൻ്റെ സീന് ഒന്നുകൂടെ നൈസാണ്. ലൈക്ക് ദെയർ കെമിസ്ട്രി ഈസ് ടു ഗുഡ്. അത് സിനിമയിൽ വർക്കായിട്ടുണ്ട്. അത് തന്നെ കുറേ കോമഡി സീൻ ഇഷ്ടംപോലെ കുറേ സീൻസ് ഇരിക്കാനുണ്ട്. അങ്ങനെ എപ്പോഴും മറ്റേ പറക്കും തെളിക്കോ അല്ലെങ്കിൽ CID മൂസ പോലത്തെ ചിരിക്കാനുള്ളതല്ല, അത്യാവശ്യം ഈക്വൽ ഗ്യാപ്പിൽ ചിരിക്കാനുണ്ട്, നമ്മളെ എൻഗേജ് ആക്കാനുള്ളതുണ്ട്, ഒരു ഇമോഷണൽ ആക്കാനുള്ളതുണ്ട്, കുറച്ച് കരയാൻ തോന്നുന്ന സീനുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഒരു ഹോളിഡേ പാക്കേജ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സിനിമ. പൊളി. റിയ ഷിബു ആയിക്കോട്ടെ, നല്ല നല്ല സിനിമകളൊക്കെ വരട്ടെ. നിവിൻ പോളിയും ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും വെറൈറ്റി. ഇപ്പം ഇതന്നെ ഒരു വെറൈറ്റിയാണ്. ഇതുപോലത്തെ ഒരു സിനിമ മറ്റേ മോഹൻലാലിൻ്റെ മറ്റേ സിനിമ ഉണ്ടല്ല, മറ്റേ വിസ്മയത്തുമ്പത്ത്, അതുപോലത്തെ അതിൻ്റെ ഒരു വേറെ മനുഷ്യൻ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ശകട അങ്ങനെ ഇതേ സാധനത്തിന് അങ്ങനെ എടുക്കുക, ഭയങ്കര ഇതൊക്കെ സീരിയസ് ആക്കി കേസ് അന്വേഷിച്ചൊക്കെ അങ്ങനെയോ എടുക്കുക, ഇങ്ങനെയോ എടുക്കുക. ഇങ്ങനെ എടുക്കട്ടെ ആൾക്കാർ, അത്രയും പറയുള്ളൂ. സോ തംസ് അപ്പ് സർവമായ. ഓക്കെ, ഗോ വാച്ച് ഇറ്റ്. OTTയിൽ വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇതിൽ വന്നാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. ഇറ്റ് വർക്ക്സ് റിയലി വെൽ. ഓക്കെ, തംസ് അപ്പ്. ഇനി അടുത്തത് പ്ലറിബസ്. പ്ലറിബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവസാനം 9 എപ്പിസോഡുണ്ട്, അവസാനിച്ചു. ആ ലാസ്റ്റ് എപ്പിസോഡ് എനിക്കൊണ്ട് ക്രിസ്മസിനെ വന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പോലെയായിരുന്നു. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യവും പറയാം. വിൻസ് ഗില്ലിങ്ങിൻ്റെ കാര്യം അറിയാമല്ലോ, പുള്ളി എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. അതിപ്പോൾ ഉള്ള ഉദ്ദേശമല്ല, പുള്ളിക്ക് എന്തോ ഒരു സംഭവം ഉണ്ട്. പുള്ളി അങ്ങനെ വെറുതെ ഒരു സംഭവം എഴുതും, അല്ലെങ്കിൽ പുള്ളി വെറുതെ ഒരു സാധനം എടുക്കുന്നത് എനിക്ക് വിശ്വാസമില്ല. പുള്ളിക്ക് എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടാവും, ഇത് എവിടെയെങ്കിലും എത്തിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ടായിരിക്കും. ബ്രേക്കിംഗ് ബാഡ് ആണെങ്കിലും കൂടെ ഫസ്റ്റ് സീസൺ അത്ര ഒരു ഗുണമില്ലാത്ത സീസണാണ്. ഒന്ന് പിക്കപ്പ് ആവുക എൻ്റെ സെക്കൻഡ് സീസണിലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഈ ബ്രേക്കിംഗ് ബാഡ് ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ട് ദേ ഓൾമോസ്റ്റ് ക്യാൻസൽഡ് ഇറ്റ്. AMCക്കാർ അത് ക്യാൻസൽ ചെയ്യാൻ പോയതാണ്.
കാരണം റേറ്റിങ്സ് കുറവാണെന്നുണ്ട്. പിന്നെയാണ് ആ ഒരു സംഭവം കിട്ടുന്നത്. ആപ്പിൾ ടി വിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സീരീസും കൂടിയാണ് പ്ലറിബസ്. പിന്നെ ക്രാഷൊക്കെ ആയി ഫസ്റ്റ് 2 എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ സൈറ്റ് ക്രാഷ് ആപ്പിൾ ടി വിൻ്റെ. അപ്പോൾ അത്രയും വ്യൂഷിപ്പ് വന്ന സംഭവമാണ്. അപ്പോൾ അവർ ഒരിക്കലും അതിന് ക്യാൻസൽ ചെയ്യില്ല. ബട്ട് അഖിൽ സത്യൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻ വിൻസ് ഗില്ലിഗൻ വി ട്രസ്റ്റ്. വെയിറ്റ് ചെയ്യുക, ഓക്കെ, എന്തെങ്കിലും വരും. ആക്ച്വലി ഇത് ഈ സീസണിൽ ഒന്നും സംഭവിക്കുന്നില്ല. എനിക്കിത് ഭയങ്കര അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഈ എപ്പിസോഡ് നിർത്തി 2 രീതിയിൽ നമുക്ക് രണ്ട് സ്റ്റോപ്പ് ഉണ്ട്. ഒരു എപ്പിസോഡ് നിർത്തുന്ന രീതിയും ഒരു സീസൺ നിർത്തുന്ന രീതിയും. ഈ പണ്ടോട്ടേ ഈ സീരീസൊക്കെ കാണുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരുപാട് സീരീസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു എപ്പിസോഡ് നിർത്തുന്ന രീതിയുണ്ട്. അതെന്താണ്? ഒരു കഥയുണ്ടാവും, ആ കഥേൻ്റെ ഇനി അടുത്തെന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്യും, ക്ലിഫ് ഹാങ്ങർ ഇട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത ആഴ്ച എന്തായാലും കാണണം നമുക്കൊരു തോന്നൽ വരും. ഒരു സീസൺ നിർത്തുമ്പോൾ എന്തെങ്കിലും വേണ്ടേ? അതായത് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ നിർത്തുമ്പോഴാണ് കിടിലൻ സീസൺ നമുക്ക് തോന്നുക. ആ ഫാമിലി മാൻ്റെ കാര്യത്തിൽ ഞാൻ ആ ഒരു റീലിൽ പറഞ്ഞ സംഭവമില്ല. അതായത് നിന്നു, അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത എപ്പിസോഡ് കാണട്ടെ. അപ്പോൾ പറയണു ഇനി എപ്പിസോഡ് ഇല്ല, ഇനി അടുത്ത കൊല്ലോ 2 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത സീസൺ വരുന്നത്. അതിൻ്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെങ്ങനെയാണ് ഈ ആൾക്കാർ ഇതൊക്കെ കാണുന്നതെന്നാണ്. അതായത് എന്തെങ്കിലും തന്നിട്ട് നിർത്ത്, അപ്പോൾ നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ 1ാമത്തെ സീസൺ സംഭവിച്ചു. ഇതിപ്പോൾ 1ാമത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് നിർത്തുന്ന പോലെ ഒരു സീസൺ മൊത്തം സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ആ ഫാമിലി മാൻ്റെ കാര്യത്തിലും ഇങ്ങനെയായിരുന്നു. ഭയങ്കര ഒരു സംഭവം. അതായത് ശരി, ഇനിയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഈ സീസണിൻ്റെ കഥ നിന്നു. അതുപോലെ തന്നെയാണ് ഇതിലും. ആ ഒരു എൻഡിങ് സാറ്റിസ്ഫാക്ഷൻ തന്നോന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ പേഴ്സണലി തന്നില്ല. ബട്ട് വിൻസ് ഗില്ലിഗൻ വിൽ ഡൂ സംതിങ്. അത് പുള്ളിയുടെ ഒരു ഫസ്റ്റ് സീസണിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലത്തെ ഒരു പരിപാടിയാണ്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് സീരീസിൽ. അതായത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ കാണുന്നതല്ല, അതിൻ്റെ ഉള്ളിൽ ഇന്നർ മീനിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് നിങ്ങൾ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയും. അതായത് വേറൊരു ആൾക്കാർ എല്ലാവർക്കും ഹൈവ് മൈൻഡ് പോലത്തെ ഒരു സംഭവം, എല്ലാവർക്കും ഒരേ ഒരു ബ്രെയിന്. ഇപ്പോൾ ലോകത്ത് 12 പേരുണ്ട് വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ. ആ 12 തന്നെ 10 പേര് അക്സെപ്റ്റഡ് ഇറ്റ്. അതായത് അവർക്കിതിനെ എതിർക്കണമെന്നോ അല്ലെങ്കിൽ അവർക്കിതിനെ ഒരു ഇൻഡിവിജ്വലിസം എന്നൊക്കെ പറയില്ലേ, ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ പറയില്ലേ, ഇസമല്ല ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ പറയില്ലേ. അതെന്താണ്? എന്നെ അവർ കൺട്രോൾ ചെയ്യാൻ പാടില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്, ഞാൻ അതിൽ നിന്നിട്ടേ ചെയ്യുള്ളൂ, ഞാൻ ആരുടെയും അടിമയാവില്ല എന്നുള്ള തോട്ട് ലോകത്ത് 2 പേർക്കുള്ളൂ. മനസ്സിലാവുന്ന മെജോറിറ്റി ആൾക്കാരും ദേ ആർ ലൈക്ക് എ ഷീപ്പ്. അവർക്ക് ഇതിനെ എതിർക്കാനോ ഒന്നും അവർക്ക് അവരുടെ സുഖത്തിലും അവരുടെ ഡിസ്ട്രാക്ഷനിലും അവർക്ക് എന്ത് വേണമെങ്കിൽ ലോകത്ത് കിട്ടും. അപ്പോൾ അവരുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ദേ ഡോണ്ട് കെയർ ടു ഓവർത്രോ ദ ഗവൺമെൻറ് ഓർ ഓവർത്രോ ദ സിസ്റ്റം. അതൊന്നും അവർക്ക് വയ്യ. അപ്പോൾ ആ ഒരു അണ്ടർലൈങ് ഒരു മെസ്സേജാണ് ആക്ച്വലി ഈ ഒരു സീരീസിൻ്റെ. അതാണ് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. പക്ഷേ ആസ് എ സീരീസ് നോക്കുമ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തു വെച്ചോ, നിങ്ങൾ പറയും ഇതൊന്നും ഇല്ലല്ലോ. അതിലാണെങ്കിൽ ആകെ 2-3 ക്യാരക്ടേഴ്സേ ഉള്ളൂ മെയിനായിട്ട്. അവരെ തന്നെയാണ് എപ്പോഴും കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തോ ഒരു ക്യാരക്ടർ ഉള്ളോ നിങ്ങൾക്ക് തോന്നും, കുറച്ച് ബോറടിക്കും. അതായത് അങ്ങനെ ഒരു കാഷ്വൽ വാച്ചിങ്ങിനെ പറ്റുള്ളൂ. മറ്റേ ഇൻറ്റൻസ് വാച്ചിങ്ങിന് പ്ലറിബസ് എനിക്ക് തോന്നുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് മറ്റേതാണ്, ഈ മറ്റേ കൺട്രോൾ ചെയ്യുന്ന സംഭവത്തിനെയാണ് പറയുന്നത് എന്നൊക്കെ ആലോചിച്ച് കാണുമ്പോൾ ഓക്കെ. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. ചിലപ്പോൾ സീസൺ 2 ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ അടിപൊളിയായിരിക്കും. ഇനി ഒരു യുദ്ധം
യുദ്ധമല്ല, ഈ പിന്നെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരിനെ എതിർക്കാനുള്ളൊരു പ്ലാനിലാണ്. ലോകത്ത് 2 പേരേ ഉള്ളൂ എതിർക്കാൻ. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ കാണണം അങ്ങനെയില്ല. കാണാം, അത്രേ ഉള്ളൂ. സോ പ്ലെറിബസ് ഈസ് ലൈക്ക് average experience because of nothing is happening. എന്തെങ്കിലുമൊക്കെ ഒരു അവസാനത്തെ ഒരു എപ്പിസോഡിലെങ്കിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഒരു സീസൺ മുഴുവൻ കണ്ടു, പൊളി സീസണായി. ഇത് പൊളി സീസണാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലൈയിങ് ആക്ച്വലി. അത്രേ ഉള്ളൂ. ബട്ട് ആപ്പിൾ ടി വിയും ഗില്ലിഗനൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. വെയിറ്റ് ആൻഡ് സീ. ഇനി ഇത് 2 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ. ഈ കൊല്ലം തരണം. ഇതിപ്പോൾ ഒന്നും ഇതിന് CGI ഇല്ല. ഇതിന് ആൾക്കാർ ഒരു 100 ആക്ടേഴ്സിനെ വേണം, അതുമില്ല. ഒരു ആക്ടറേ ഉള്ളൂ, റേ സേഹോൻ തന്നെ ഉള്ളൂ മെയിനായിട്ട്. അവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മാനി എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ട്. ഇവർ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഈ കൊല്ലം ഈ സീസൺ ഇനി അടുത്ത സീസൺ വന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ ഇതൊക്കെ ആൾക്കാർ മറന്നു പോകണേ. ഇതൊക്കെ വേഗം ഇറക്ക്. സോ ആവറേജ് എക്സ്പീരിയൻസ് ഫോർ പ്ലെറിബസ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ബിഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ. ഈ ആഴ്ച എന്തൊക്കെയാണ് ഇൻ്റർനെറ്റിൽ സംഭവിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ദ ഒഡീസിൻ്റെ ഒരു ടീസറോ അനൗൺസ്മെൻറ്റോ എന്തോ പോലത്തെ ഒരു സംഭവം, ചെറിയൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഈ ടീസറൊക്കെ ഐമാക്സിൽ മാത്രമാണ് ഇവർ കാണിക്കുന്നത്, അവതാറിൻ്റെ കൂടെ കാണിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പണ്ടവരാണ് ഈ അവതാറൊക്കെ ഐമാക്സിൽ കാണാൻ പോകാത്തൊരു അബദ്ധമായതുകൊണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൽ കാണിച്ചു. അപ്പോൾ അതാണ് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്ന അവസാനം. അപ്പോൾ അതിൽ എല്ലാവരും ട്വിറ്റർ എടുത്താലും എക്സ് എടുത്താലും റെഡിറ്റ് എടുത്താലും എല്ലാവരും കുറ്റമാണ് പറയുന്നത്. എന്താണ് ബേസിക്കലി കുറ്റം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ഞാനതൊരു റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒഡീസി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, ഈ ദ ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണ് ദ ഒഡീസി. ഒഡീസിയസിൻ്റെ റിട്ടേൺ ടു ഹോമാണ്. അപ്പോൾ റിട്ടേൺ ടു ഹോമിൽ കടലിൽ കൂടെ പോകുമ്പോൾ പല ഒബ്സ്റ്റക്കിൾസിനെ നേരിടേണ്ടി വരുന്നു. ആ സംഭവമാണ് ഒഡീസി. ആ ഒരു ജേണി, ഒരു 10 കൊല്ലത്തെ യാത്രയാണ് ഈ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പൊസൈഡൻ ശപിക്കുകയാണ് ഒഡീസീസിനെ, മകൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു എന്നുണ്ട്. ട്രോയ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വൈബാണ് കിട്ടുക. ബ്രോൺസ് ഏജ് എന്ന് പറയും. അതായത് ഗ്രീക്കുകാരും ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിലുള്ള ആൾക്കാരും തമ്മിൽ ഫൈറ്റാണ്. അപ്പോൾ ഇത് നടക്കുന്നത്, ഇത് ആക്ച്വലി ഒരു മിത്തോളജിയാണ്. അല്ലാണ്ട് ഇത് അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇത് ഹോമർ എഴുതിയ സംഭവമാണ്. പക്ഷേ ബ്രോൺസ് ഏജിലാണ് നടക്കുന്നത്. അതൊക്കെ കറക്റ്റാണ്. ഈ ബ്രോൺസ് ഏജ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഡ്രസ്സും അവരുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം ഒരു പളി എന്നുള്ള മറ്റേ അത് അവിടെ കൊടുക്കാൻ ആൾക്കാർ ഈസി ആയിട്ട് ഇതാണ് ട്രോയിലെ ആൾ, ഇത് ഒഡീസിയിലെ ആൾ, വ്യത്യാസം കാണുമെന്നുകൊണ്ട് സ്പോട്ട് ദി ഡിഫറൻസ് കൊണ്ട് കൊടുക്കുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇത് നോളൻ്റെ വേർഷനിലുള്ള ഒഡീസിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഹിസ്റ്റോറിയൻസും എല്ലാവരും ഇപ്പോൾ ഹിസ്റ്റോറിയൻസാണ്, ബ്രോൺസ് ഏജ് എക്സ്പേർട്സാണ് എല്ലാവരും. അഗ്മെനോൺ എന്ന് പറഞ്ഞിട്ടുള്ള അഗ്മെനോൺ ആ ഒരു രാജാവുണ്ട്, മെയിനായിട്ട് ഗ്രീക്കിലെ രാജാവാണ്. ആ രാജാവിൻ്റെ ഫേസ് ഇങ്ങനെ ഒരു ഹെൽമെറ്റും ഒരു സംഭവം, ഒരു കോഴിൻ്റെ സാധനം പോലത്തെ ഒരു സാധനമില്ലേ, ഫെദറൊക്കെ വെച്ചിട്ടാണ്, അതുപോലത്തെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതിനെയാണ് ഇപ്പോൾ എല്ലാവരും ഊക്കി വിടുന്നത്. നോളനെ എല്ലാവരും കുറ്റം പറയാണ്. വീണ്ടും പറയണു, ഈ നോളൻ വി ട്രസ്റ്റ്. ഓക്കെ, അല്ല പുള്ളി ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മേ ബി പുള്ളിയുടെ വേർഷനായിട്ടോ അല്ലെങ്കിൽ എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. ആക്ച്വലി ഇവർ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. ഹിസ്റ്റോറിക്കലി അക്യുറേറ്റ് ഒരിക്കലും അല്ല. ഇത് ആ ഒരു ബ്ലാക്ക് ഹെൽമെറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അത് ആക്ച്വലി ബാറ്റ്മാനെ പോലെ ഉണ്ട്. ആൾക്കാർ അതിലാണ്ട് കൊമ്പൊക്കെ വെച്ചിട്ട് ബാറ്റ്മാൻ, വാട്ട് ഈസ് ബാറ്റ്മാൻ ഡൂയിങ് ഇൻ ഒഡീസി? അപ്പോൾ കാരണം ആ സമയത്ത് മറ്റേ ഈ ആർമർ ആയിക്കോട്ടെ, ഇപ്പോൾ ഈ പടച്ചട്ട ആയിക്കോട്ടെ, മറ്റേ സംഭവിക്കുന്നത് ഫുൾ ഗോൾഡിലും അങ്ങനത്തെ ഒരു
ഗ്രീക്കുകാർ പറഞ്ഞാൽ ഭയങ്കര ആർമിയാണ് അവർ. അപ്പോൾ അവരുടെ പവർ കാണിക്കാനും അവരുടെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് ഭയങ്കര മോഡേൺ പോലെ, അതായത് ഭയങ്കര ഒരു പ്ലാസ്റ്റിക് ലുക്കിംഗ്, ലൈക്ക് എന്തോ ഈ പ്രിൻ്റ് ചെയ്തെടുക്കില്ലേ, ഇപ്പോൾ ഈ 3D പ്രിൻ്റ് ചെയ്തെടുക്കില്ല, അതുപോലെ ഉണ്ട്. 3D പ്രിൻ്റഡ് ഹെൽമെറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും കുറ്റം പറയുന്നത്. കുറ്റം പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്. നമ്മളങ്ങനെ നോളനെ നമുക്ക് വിശ്വാസമാണ്, പക്ഷെ എന്നാലും ഐ തിങ്ക് ഇറ്റ് വാസ് ഹിസ് അഡാപ്റ്റേഷൻ. ഇപ്പോൾ ഡാർക്ക് നൈറ്റൊക്കെ പുള്ളി അഡാപ്റ്റ് ചെയ്ത പോലത്തെ എന്തോ പുള്ളി ഉദ്ദേശിക്കുകയാണ്. കാരണം ഇപ്പോൾ DC-യുടെ കഥ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയില്ലെങ്കിലും ഒരു ലോകത്തിപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം. ഭയങ്കര ഫേമസ് ആയിട്ടൊരു സാധനമല്ലേ. അപ്പോൾ അതിലിപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ചെയ്യുമോ, ഈ കഥയൊക്കെ മാറ്റുമോ? അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ ഈ നോലൻ ഇത് നശിപ്പിച്ചു, ഹിസ്റ്ററിനെ തൊലച്ചു എന്നൊക്കെയാണ് റെഡിറ്റിലുള്ളവരും എക്സിലുള്ളവരും പറഞ്ഞത്. വെയിറ്റ് ആൻഡ് സീ, ഒരു വല്ലതും ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ പുള്ളി. അപ്പോൾ നല്ല ഊക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ചെറിയ സംഭവം ഇറക്കിയിട്ട്. മ്യൂസിക്കൊക്കെ പൊളിയായിരുന്നു, അതൊന്നും പറയാനില്ല. പക്ഷേ അതന്നെ ഈ എല്ലാവരുടെയും വേഷം, അതിപ്പോൾ മേഡാമൻ്റെ ഡ്രസ്സ്, മറ്റേ ആർമർ ആയാലും ഹെൽമെറ്റ് ആയാലും എല്ലാവരും ഒരു ബ്ലാക്ക്, ഒരു മോണോക്രോം പരിപാടി, എന്തോ ഒരു ആ ഒരു എസ്തെറ്റിക്സ്, ഈ സിമ്പിൾ മിനിമലിസം എന്ന് പറഞ്ഞിട്ടുള്ള എസ്തെറ്റിക്സ് ഇല്ലേ, അതാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. പളി എന്നുള്ള സ്വർണ്ണ പോലത്തെ സാധനങ്ങളും ഈ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് യുദ്ധത്തിനെ പോവുക. അത് അവരുടെ ഒരു പ്രൈഡ് കാണിക്കാനാണ് സംഭവം. അതാണ് ഇപ്പം നമ്മുടെ മഹാഭാരതമോ രാമായണമോ ഒക്കെ എടുത്തിട്ട് നോളൻ ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് അതിൽ ഈ രാജാക്കന്മാരൊക്കെ മറ്റേ ബ്ലാക്ക് സാധനം, ബാറ്റ്മാനെ പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാവും? അത്രേ ഉള്ളൂ. അപ്പോൾ അവർ ഇത് കാണുമ്പോൾ ഇതെന്താ ഞങ്ങളുടെ ആൾക്കാരിന് ഇയാളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കുറേ ഇൻ്റർനെറ്റിലുള്ള ആൾക്കാർ സ്വാഭാവികം അവർക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ, അവർ ചോദിക്കുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ഇൻ്റർനെറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, വരട്ടെ, അഡാപ്റ്റേഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ലെറ്റ് ഇറ്റ് കം, ലെറ്റ് സീ. ഓക്കെ, അടുത്തത് ഡൂംസ്ഡേൻ്റെ ഒരു ടീസറും എന്തോ ഒരു ചെറിയൊരു സ്റ്റീവ് റോജേഴ്സ് വിൽ കം ബാക്ക് ഇൻ ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു. തോറിൻ്റെയും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തോറിൻ്റെ അത് ഈ ഒന്നും സെർച്ച് നോക്കാൻ പറ്റില്ല, ഈ വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ശല്യം. എല്ലാവരും കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കുക, എന്നിട്ട് അത് ആ ടീസർ ട്രെയിലർ വേണ്ടിയിട്ട് ഇതിപ്പോൾ ആണോ ഈ പടാരം എന്താണെന്ന് മനസ്സിലാവില്ല. തോറിൻ്റെ ഒരു ടീസറും കൂടി ഉണ്ട് എന്നോ, അത് സിനിമാ തിയേറ്ററിൽ കാണിക്കുന്നുണ്ട് പറയുന്നു. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 എണ്ണം കിട്ടും. അതിൽ ഏതാണ് ഇത് ഏതാ ഉള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. സ്റ്റീവ് റോജേഴ്സിൻ്റെ കണ്ടിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കണ്ടിട്ട് ഓ സ്റ്റീവ് റോജേഴ്സ് ഈസ് കമ്മിങ് ബാക്ക്, ഓ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. സ്റ്റീവ് റോജേഴ്സ് ഈസ് കമ്മിങ് ബാക്ക്, ക്യാപ്റ്റൻ അമേരിക്ക ഈസ് നോട്ട് കമ്മിങ്, സ്റ്റീവ് റോജേഴ്സ് ഈസ് കമ്മിങ് ബാക്ക്, നോട്ട് ദ പോയിൻറ്റ്. അവസാനം നമ്മൾ കാണുമ്പോൾ പുള്ളി വയസ്സായി, ഇതൊക്കെ ഉപേക്ഷിച്ച് ഫാൽക്കൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് എന്നാ ഷീൽഡ് മോനെ ഷീൽഡ് വെച്ചോ എന്ന് പറയാം. ഇനി കുറച്ച് നേരം പോയിട്ട് ഒരു മിനിറ്റ് ഷീൽഡ് വന്നാ അന്ന് തന്ന ഷീൽഡ് വന്നാ ആളുടെ ഒരു അവസ്ഥ. അതായത് ഇതെന്തായിരിക്കും ഈ ഡൂംസ്ഡേ ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇവരാദ്യം ഉദ്ദേശിച്ച സംഭവമേ അല്ല. അപ്പോൾ ഇവർ ഇംപ്രൊവൈസ് ചെയ്യുകയാണോ അതോ തട്ടിക്കൂട്ട് പരിപാടിയാണോ? കുറേ റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഈ അവസാനം എഴുതാൻ പറ്റുന്നില്ല എന്നോ ഇവർ സ്റ്റക്കാണെന്നോ എന്തൊക്കെയോ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവരൊക്കെ ഇങ്ങനെ ഇംപ്രൊവൈസ് ചെയ്യാണ്. സ്റ്റീവ് റോജേഴ്സിൻ്റെ മിണ്ടാണ്ട് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് വിട്ട ആളിനെ എന്തിനാണ് ഇതിങ്ങനെ നമ്മുടെ ഈ നൊസ്റ്റാൾജിയും ഇതും പിടിച്ചിട്ട് തന്നെ ഉള്ള പരിപാടി? ഇവർക്ക് വേറൊന്നും എന്താണോ? ഇനിയിപ്പോൾ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വരട്ടെ. എനിക്കത് കണ്ടിട്ടോ ശരി എന്നാ ഇതിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഇത് ആദ്യം ടൈം ട്രാവൽ അത് ഇത് വേറെ മാർവലിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഇവർ ഇപ്പോഴും ഈ നൊസ്റ്റാൾജിയ പിടിച്ചിട്ടുള്ള പരിപാടി ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ
കാണുന്നവർക്കൊരു സമാധാനം. ഇത് കുറച്ചാലേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ സ്പൈഡർമാനിൽ ഇത് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ എപ്പോഴും കൊണ്ടുവന്നത് അവർ വർക്കാവില്ല. അത് നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് പണിയാവും. എന്താ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊന്നും കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. ഓക്കെ, അതാണ് സംഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ കമൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്തൊരു ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോണിൻ്റെ 3rd പാർട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ആദ്യം രൺവീർ സിങ്ങിനെയായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. രൺവീർ സിംഗ് ഞാനൊന്നുമില്ല പോടേ പറഞ്ഞിട്ട് ഡോൺ 3rd പാർട്ടിൻ്റെ ഇതിന്ന് പുള്ളി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആരായിരിക്കും ഇനി പുതിയ ഡോൺ? അതാണ് ഇപ്പോൾ ബോളിവുഡിലെ ആൾക്കാർ ചർച്ച. ടൈഗർ ഷെറോഫോ മറ്റേ ചങ്ങായിട്ടല്ല, ഏതാണ് ടൈഗർ ഷെറോഫും വേറൊരുത്തരുണ്ടല്ല, കാർത്തികേയൻ, ഇവന്മാരല്ല. അതായത് ഫർഹാൻ അക്തർ ആണല്ലോ ഈ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇത് പണ്ടേ അനൗൺസ് ചെയ്താണ് 3rd പാർട്ട് വരും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പണ്ട്. അപ്പോൾ രൺവീർ ഇത് ഏറ്റെടുക്കുമ്പോൾ ഈ ദുരന്തർ പോലത്തെ വലിയ ഹിറ്റൊന്നും ഇല്ല, ആകെ പൊളിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് ഗതികേട് കൊണ്ട് അക്സെപ്റ്റ് ചെയ്താണെന്നോ, ഈ സ്ക്രിപ്റ്റ് ഒന്നും ഇതുവരെ റെഡി ആയിട്ടില്ല, എന്നിട്ടും കൂടെ ഡോണിൻ്റെ 3rd പാർട്ട് അക്സെപ്റ്റ് ചെയ്തു, സൈൻ ചെയ്തു എന്നൊക്കെയാണ് റൂമേഴ്സ് വരുന്നത്. അപ്പോൾ ഇനി പുതിയ ഡോൺ ആരാണ്? ഷാറുഖ് ഖാൻ കഴിഞ്ഞിട്ട് ഇനി ആരാണ് അടുത്ത ഷാറുഖ് ഖാൻ, അല്ലെങ്കിൽ അടുത്ത ഡോൺ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ടൈഗർ ഷോഫ് ആയിരിക്കും ഇനി വില്ലന്മാരൊക്കെ തലകുത്തി നിന്ന് അടിച്ച് കറങ്ങി 6 പാക്ക് ഷട്ടക്കൂരി അറിയില്ല. അപ്പോൾ അതാണ് ബോളിവുഡിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ന്യൂസ്. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ OTTയും സിനിമാ തിയേറ്ററിൽ ഇനി വരാൻ പോകുന്നതും അതുപോലെ OTTയിൽ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള സീരീസുകളും സിനിമകളും ഏതൊക്കെയാണെന്ന് നോക്കാം. OTTയിൽ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ കുറേ റിലീസ് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. സിസ്റ്റർ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് രാധിക ആപ്തൻ്റെ നിങ്ങൾക്ക് ആർട്സി പോലത്തെ എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിബൽ വൈബിൾ എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സിസ്റ്റർ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് കാണുക. ഫോൾ ഔട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2 എപ്പിസോഡ് കഴിഞ്ഞു. എല്ലാ ബുധനാഴ്ചയും ഓരോ എപ്പിസോഡ് വെച്ച് വരുന്നുണ്ട്. കിട്ടില്ല, ഒരു രക്ഷയില്ല. ഓക്കെ, ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അവർ റിവ്യൂ പറയാം. ഇപ്പം തന്നെ റിവ്യൂ പറയുന്നില്ല, ഇനിയിപ്പോൾ അവസാനം ഇവർ കൊളവാക്കിയാലോ ആക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, റണ്ണിങ് ആണ്. ദ ടുഗദർ എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ മൂവി, ഒരു ബോഡി ഹൊറർ പോലത്തെ ഒരു സംഭവം. അത് കുറേ മുന്നേ റിലീസായതാണ്, പക്ഷേ അതിപ്പോൾ OTTയിൽ വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം തന്നെ അതും വന്നിരിക്കുന്നത്. നോബഡിൻ്റെ 2nd പാർട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് OTT റിലീസ്. ഇനിയിപ്പോൾ OTT റിലീസ് അങ്ങനെ കാര്യമായിട്ട് ഈ കൊല്ലം ഇല്ല, ഇനിയൊക്കെ അടുത്ത കൊല്ലമായിരിക്കും. ഇനി സിനിമാ തിയേറ്റർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ദിവസം, അടുത്ത കൊല്ലത്തെ ആദ്യത്തെ 10 ദിവസം ജഗപോക നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അണ്ണാവോടെ അവസാനത്തെ സിനിമ ജനുവരി 9 തീയതി ജനനായകൻ വരുന്നുണ്ട്. തളപതിയുടെ അവസാനത്തെയും ആദ്യത്തെയും എന്താവുമെന്ന് അറിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ പോയി കാണുന്നുണ്ട്. കരച്ചിലായിരിക്കും എല്ലാവരും, സീന്. അപ്പോൾ അതാണ് ഫസ്റ്റ് 9 തീയതി ഇറങ്ങുന്നത്. അടുത്ത ദിവസം പരാശക്തി ഇറങ്ങുന്നുണ്ട്, ശിവകാർത്തികേയൻ്റെ. ഓക്കെ, അന്ന് തോക്കൊക്കെ കൊടുത്ത് മറ്റേ ഇനി എൻ്റെ സ്ഥാനം നീ ഏൽക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്താണ്. ക്ലാഷ് അപ്പം തന്നെ വെച്ചു, എൻ്റെ സിനിമ അടുത്തത് എൻ്റെ സിനിമ. അതാണെങ്കിൽ സുധാ കൊങ്ങരൻ്റെയാണ്. സുറാറി പൊട്ടറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ അവരാകെ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഒരു മാധവൻ്റെ സിനിമ, പിന്നെ ഇത് സുറാറി പൊട്ടർ. രണ്ടും അറിയാമല്ലോ കിഡിലാണ്. പരാശക്തി ആക്ച്വലി പരാശക്തി ആദ്യം പ്ലാൻ ചെയ്യുന്നത് സൂര്യയും ദുൽഖറൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ദുൽഖർ എന്നൊക്കെ പോയിട്ടാണ് ഇപ്പോൾ ശിവകാർത്തികേയനും മറ്റേ ചങ്ങായി പേരെന്തൊക്കെയോ മാറ്റിയിട്ടുണ്ടല്ലോ, മറ്റേ ആളില്ലേ ജയൻ രവി, പുതിയ പേരെന്തൊക്കെ ഇട്ടിട്ടുണ്ട്. പുള്ളിയും അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീലീലേക്കുണ്ട് ഇതിൽ. അപ്പോൾ പരാശക്തിയുണ്ട്, ജനനായകനുണ്ട് 9ഉം 10ഉം. ഓക്കെ, പിന്നെ നമ്മുടെ മലയാളത്തിൽ അടുത്ത് വരുന്നത് മറ്റേ ചത്താവച്ച എന്ന് പറഞ്ഞിട്ടുള്ള അവർ WWEൻ്റെ സിനിമ. അത് 22-നോ അങ്ങനെയാണ്. പിന്നെ മാർട്ടി സുപ്രീം എല്ലാവിടെയും ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ അവിടെ ഇറങ്ങിയിട്ടില്ല. ആ ബുക്ക് മൈ ഷോക്കാർ അന്ന് ഞാൻ പറഞ്ഞില്ല, അന്നേ പറ്റിച്ചു. ഡിസംബർ 25 എന്നൊക്കെ ആയിരുന്നു ഇട്ടത്. അതിപ്പോൾ ജനുവരി 23 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. വരുമോ എന്നറിയില്ല. ഈ A24കാർക്ക് ഇന്ത്യയിലൊക്കെ കുറച്ചൊക്കെ റിലീസ് ചെയ്തുകൂടെ? എന്താണ് വരിക ഒരു മാതിരി. മെറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങുന്നുണ്ട് 23-ാം തീയതി. നമ്മുടെ ക്രിസ് പ്രാറ്റിൻ്റെയും മറ്റേ മിഷൻ ഇമ്പോസിബിൾ ആ ഒരു ആക്ട്രസ് ഇല്ലേ, എന്താ
എന്താ എൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അവരുടെ അതെന്തോ ഒത്തിരി ഇങ്ങനെ ഒരു AI അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടിയാണ്. എൻ്റെ മൂവി ട്രെയിലർ നൈസായിരുന്നു. സിനിമ എങ്ങനെയാണെന്നും അറിയില്ല. അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സിനിമകൾ. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ചെയ്യുക അടുത്ത കൊല്ലമാണോ? അപ്പോൾ അടുത്ത കൊല്ലം അടുത്ത കൊല്ലമാണ്. അപ്പോൾ അടുത്ത കൊല്ലം കാണാനില്ല. See you next year with Stranger Things finale ഒരു ബ്രേക്ക് ഡൗൺ തന്നെ ആയിട്ട് ചെയ്യാം. ഓക്കെ, see you.